മാർക്കറ്റിന്റെ ഔട്ട്ലുക്ക് നമ്മളോടൊപ്പം പങ്കുവെക്കാനുമായി പതിവ് പോലെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അനില, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, പതിവ് പോലെ തന്നെ യു എസ് വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു രണ്ടാം ദിവസവും ശക്തമായിട്ടൊരു കറക്ഷൻ നേരിടുന്ന ഓഹരി വിപണി അമേരിക്കൻ വിപണിയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഡൗ ജോൺസ്, നാസ്ഡാക്ക്, S&P 500 എന്നീ പ്രധാനപ്പെട്ട സൂചികകളിലെല്ലാം തന്നെ 1% ഇടിവ് രേഖപ്പെടുത്തുന്ന സ്ഥിതിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഫെഡ് ജൂണിൽ പലിശ നിരക്ക് കുറയ്ക്കില്ല എന്നൊരു വിശ്വാസം നിക്ഷേപകർക്കിടയിൽ ശക്തിപ്പെട്ടു വരികയാണ്. അതിനോടൊപ്പം തന്നെ ടെസ്ലയുടെ ഓഹരികളിലും ഇന്നലെ വലിയ തോതിൽ ഒരു വിൽപ്പനാ സമ്മർദ്ദം വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ വലിയ തോതിൽ അമേരിക്കൻ സൂചികൾ ഒരു വിൽപ്പനാ സമ്മർദ്ദം കടന്നു വരികയും അതിനെ തുടർന്ന് നെഗറ്റീവ് ടോണിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ വിപണിയുമായി ബന്ധപ്പെട്ട് സാർ പങ്കുവയ്ക്കുന്ന എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, ഇന്നലെ അമേരിക്കൻ വിപണിയിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഇറ്റ്സ് ഓൺലി എ നോർമൽ പ്രോഫിറ്റ് ടേക്കിംഗ്. എനിക്ക് ആ ഒരു വ്യൂവിനോട് ഒരു യോജിപ്പും ഇല്ല. അതായത് ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നീട്ടില്ല, അതൊക്കെ വെറും സ്പെക്യുലേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറോം പവലിന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് 2024 3 തവണ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു മാറ്റവും ഇല്ല. ആൻഡ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ആ സമയത്ത് തന്നെ നമ്മളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ മാസം അല്ലെങ്കിൽ ഈ ആഴ്ച ഇൻട്രസ്റ്റ് നിരക്ക് കട്ട് ചെയ്യുമെന്ന്. നാച്ചുറലി ഇത്രത്തോളം ക്രൂഡ് ഓയിലിന്റെ വിലയൊക്കെ ഉയരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിക്കണമെന്ന്. ആൻഡ് നാച്ചുറലി നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ലോജിക്കലി ചിന്തിക്കുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2024 ഒരു സെക്കൻഡ് ഹാഫ്, അതായത് ഒരുപക്ഷെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ മാത്രമേ നമുക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യാവൂ. ഇൻഫാക്ട് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഏപ്രിൽ 8 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം കൂടുന്നുണ്ട്. ആ ഒരു യോഗത്തിനെ തുടർന്ന് എനിക്ക് തോന്നുന്നില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് നിരക്ക് കുറയ്ക്കുമെന്ന്. Now coming to specifically to Dow Jones Index, ഇന്നലെ Dow Jones Index ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് നൽകിയത്. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 38,700 പോയിന്റ് 38,700 ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ. ആ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ പോകുന്നുള്ളൂ. എനിക്ക് തോന്നുന്നില്ല അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അമേരിക്കൻ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബാങ്കിങ് സ്റ്റോക്സ്, ഫോർ എക്സാമ്പിൾ ബാങ്ക് ഓഫ് അമേരിക്ക, വെൽസ് ഫാർഗോ, സിറ്റി ബാങ്ക്, JP മോർഗൻ മുതലായ സ്റ്റോക്സ് ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും കാര്യമായിട്ട് അതിൽ ഒരു സെൽ ഓഫ് ഓർ പ്രോഫിറ്റ് ടേക്കിങ്ങോ നടന്നിട്ടില്ല. അതേസമയം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ നൽകിയെങ്കിലും ബൈ ക്ലോസിംഗ് ടൈം അതിലൊരു നല്ല റിക്കവറി നടന്നിരുന്നു. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 17,700 പോയിന്റ്. അനില സ്പെസിഫിക്കലി ഒരു സ്റ്റോക്കിനെ കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നു, വിച്ച് വാസ് ടെസ്ല. ആൻഡ് ടെസ്ലയുടെ കേസിൽ നമ്മൾ കണ്ടത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ബട്ട് ആ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം നാസ്ഡാക്കിൽ കണ്ടതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു റിക്കവറിയും കാണാൻ ഇടയായി. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്ലയുടെ കേസിൽ അതിൻ്റെ ഒരു ബോട്ടം ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ടെസ്ല $158 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. അറ്റ് ദ സെയിം ടൈം ഈ ആഴ്ചത്തെ ട്രേഡിങ്ങിൽ ടെസ്ലയ്ക്ക് $170 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കും ദാറ്റ് ടെസ്ല ഹാസ് ബോട്ടംഡ് ഔട്ട്. ഇൻഫാക്ട് നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും അമേരിക്കൻ വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെസ്ല മുതലായ ടെക്നോളജി സ്റ്റോക്സ് ഒക്കെ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് ഇത്. സർ, അതുപോലെ കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെന്ന് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് വരുമ്പോൾ വീണ്ടും ഇന്നൊരു ബുള്ളിഷ് മൊമെന്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ബ്രെൻഡിന്റെ ഫ്യൂച്ചേഴ്സ് ഒക്കെ $89 മുകളിലേക്ക് വ്യാപാരം ചെയ്യുന്ന ഒരു സ്ഥിതിയുമാണ് കണ്ടുവരുന്നത്. അതിനോടൊപ്പം തന്നെ WTI ക്രൂഡ് ആണെങ്കിലും 85.2 എന്നൊരു നിലവാരത്തിലുമാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? And crude in the case, undertone continues to be very, very bullish. And crude WTI crude എൻ്റെ ഒരു ടാർഗറ്റ് $86 ആയിരുന്നു. ആ ഒരു ലെവലിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്.
മൈ എക്സ്പെക്ടേഷൻ ക്രൂഡിന് ഒരു $86-88 എത്തുമ്പോഴേക്കും നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ കറന്റ് ഹൈ ലെവൽസിൽ നമ്മൾ ഒരിക്കലും ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. $83.90 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ നമ്മുടെ ഈ സെഷനിൽ സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സാർ വാച്ച് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് 2300 ആണ് എന്നുള്ളത്. ഇന്നിപ്പോൾ 2300 എന്നൊരു ലെവലും മറികടന്നുകൊണ്ടാണ് ഗോൾഡ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ട്രോയ് ഔൺസിന് 2305.1 എന്ന നിലവാരത്തിൽ ഏകദേശം 1% അടുത്ത നേട്ടമാണ് ഗോൾഡ് നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഗോൾഡുമായി ബന്ധപ്പെട്ട് സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ് ഇനി? നമ്മുടെ ടാർഗറ്റ് ലെവല് സ്വർണം എത്തിയതിനെ തുടർന്ന് നമ്മുടെ ട്രേഡിങ്ങിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തിരുന്നെങ്കിൽ നമ്മൾ ഈ ലെവൽസിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ കറന്റ് ഹൈ ലെവൽസിൽ നമ്മൾ ഒരിക്കലും ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. നമുക്ക് ഇനി ഒരു അല്പം അപ്സൈഡ് ഉണ്ട്. അപ്പൊ ആ ഒരു അപ്സൈഡും കൂടെ നമുക്ക് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് $2265 സർ, അതിനോടൊപ്പം തന്നെ നമ്മളുടെ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഒരു 3 ദിവസത്തെ ഒരു വിന്നിംഗ് സ്ട്രീക്കിന് ശേഷം നെഗറ്റീവ് ടോണിൽ വ്യാപാരം അവസാനിപ്പിച്ച ആഭ്യന്തര വിപണിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന നിലവാരം 22,453.3 എന്നതാണ്. ഇൻട്രാഡേ ഹൈ പരിശോധിക്കുമ്പോൾ 22,497.6 ഇൻട്രാഡേ ലോ 22,388.15 ഇന്നത്തെ വ്യാപാരത്തിൽ ആഭ്യന്തര വിപണിയുമായി ബന്ധപ്പെട്ട സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ ഒരുവിധ കറക്ഷനും കണ്ടിട്ടില്ല. ഇന്നലെ ആയിരുന്നു ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായത്. സോ നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഇപ്പോൾ കറക്ഷൻ ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 22,300, അതിനെ തുടർന്ന് 22,200, അതിനെ തുടർന്ന് 22,100. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നില്ല 22,100 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ശക്തമായിട്ട് വീണ്ടും ഒരു ബുള്ളിഷ് മൊമെന്റം കാണുമെങ്കിൽ 22,550 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിലും സമാനമായിട്ടൊരു സ്ഥിതിയിൽ തന്നെയാണ് നിഫ്റ്റി ബാങ്കും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 47,545.45 എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ പ്രധാനമായിട്ടും ഹെവി വെയിറ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് പ്ലെയേഴ്സിന് വലിയ തോതിൽ ഒരു വിൽപ്പന സമ്മർദ്ദം നേരിട്ടിട്ടുണ്ടായിരുന്നു. കൊട്ടക് ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഓഹരികൾ ശക്തമായിട്ടൊരു വിൽപ്പന സമ്മർദ്ദം നേരിട്ടപ്പോൾ HDFC അടക്കമുള്ള മറ്റു ബാങ്കിങ് ഓഹരികളിലൊക്കെ പൊതുവെ ഒരു പോസിറ്റീവ് ടോൺ ആണ് നിലനിർത്തിയത്. ഇന്നത്തെ ബാങ്കിങ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ അണ്ടർ ടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 47,730 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 48,000 പോയിന്റ്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 46,390 പോയിന്റ്. സർ, അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കെമിക്കൽ കമ്പനികളും കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് കമ്പനികളിലേക്ക് നോക്കുമ്പോൾ ഒരു നേരിയ തോതിൽ ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ദീപക് നൈട്രേറ്റിന്റെ ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ 2.7% നേട്ടത്തിൽ 2,200.1 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 50 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 1-ാം തീയതി രേഖപ്പെടുത്തിയ 2,521.15 എന്നതാണ്. ഏകദേശം ഒരു 3 മാസത്തിനടുത്ത് വലിയ തോതിൽ ഒരു കറക്ഷൻ നേരിട്ട ഒരു ഓഹരി കൂടിയാണ്. വീണ്ടും തിരികെ വരികയാണോ ദീപക് നൈട്രേറ്റ്സ്? നമ്മൾ ദീപക് നൈട്രേറ്റ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ദീപക് നൈട്രേറ്റിന്റെ അവസാനത്തെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു. ഒക്ടോബർ മാസത്തിൽ 1,921 രൂപയായിരുന്നു ഇതിന്റെ ഒരു ബോട്ടം. അനില സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരി മാസത്തിലായിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ 2,519. അതിനുശേഷം നല്ലൊരു കറക്ഷനാണ് ഈ സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ
തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 2020 രൂപയിലാണ് കാണുന്നത്. ഈ സ്റ്റോക്കിലെ ശക്തമായിട്ടൊരു മുന്നേറ്റം നമുക്ക് കാണണമെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ 2220 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ദീപക് മേത്തയോടൊപ്പം തന്നെ അതേ കാറ്റഗറി ഉൾപ്പെട്ട ഗുജറാത്ത് നർമ്മദ വാലി ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഓഹരിയും ഏകദേശം സമാനമായിട്ടൊരു പാറ്റേൺ തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2% നേട്ടത്തിൽ 658.8 എന്ന നിലവാരത്തിലും. ഓഹരിയുടെ 50 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 4 തീയതി രേഖപ്പെടുത്തിയ 814.9 എന്നതുമായിരുന്നു. ദീപക് നൈട്രേറ്റിനെ പോലെ തന്നെ തുടർച്ചയായിട്ടൊരു 3 മാസം ശക്തമായിട്ടൊരു കറക്ഷൻ നേരിട്ട ഓഹരിയാണ്. ഈ ഓഹരിയിലും ഇപ്പോൾ ഒരു ബൈയിങ് അവസരമാണോ കടന്നു വന്നിരിക്കുന്നത്? ഈ GNFCയുടെ കേസിലും കറക്ഷന്റെ അവസാനത്തെ ഒരു ഫേസിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. എഗെയിൻ നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ കറന്റ് ലെവൽസിൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 585 രൂപ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ശക്തമായിട്ടൊരു മുന്നേറ്റം കാണണമെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ 665 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ വിപണിയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം നിക്ഷേപകരുടെ ഒരു ശ്രദ്ധ ആകർഷിച്ച ഒരു സെഗ്മെന്റ് എന്ന് പറയുന്ന ആദിത്യ ഗ്രൂപ്പിലെ കമ്പനികൾ തന്നെയായിരുന്നു. അതിൽ തന്നെയും ആദിത്യ ബിർള ഫാഷൻ ഒരു ഡിമേർജിംഗ് പദ്ധതി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മധുര ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈല് ആദിത്യ ബിർള ഫാഷനിൽ നിന്നും ഡിമേർജ് ചെയ്യുന്നു എന്നൊരു അപ്ഡേഷൻ ആയിരുന്നു കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഈ ഒരു ഡിമേർജിംഗ് ന്യൂസിനോട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിക്ഷേപകർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻട്രാഡേയിൽ ഏകദേശം 15% ആദിത്യ ബിർള ഫാഷന്റെ ഓഹരികൾ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏകദേശം 12% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 237 രൂപ എന്നൊരു നിലവാരത്തിലാണ്. ആദിത്യ ബിർള ഫാഷനുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? മുന്നോട്ടേക്ക് ഇനി ഈ ഒരു ഓഹരിയിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ആദിത്യ ബിർള ഫാഷന്റെ ഒപ്പം തന്നെ ആദിത്യ ബിർള ക്യാപിറ്റലിലും സെയിം പാറ്റേൺ നമുക്ക് ഇന്നലെ കാണാൻ ഇടയായി. 2 സ്റ്റോക്ക് ഇന്നലെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൽകിയത്. ബട്ട് ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനെ തുടർന്ന് നമുക്ക് ഈ 2 സ്റ്റോക്സിലും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനെ തുടർന്ന് അടുത്ത 2-3 സെഷൻസിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സ്റ്റോക്ക് ഈ 2 സ്റ്റോക്സിലും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ 2 സ്റ്റോക്സിലും ട്രേഡ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. ബിക്കോസ് ഈ 2 സ്റ്റോക്സിലും ഞാൻ ഒരു നല്ല ട്രേഡിംഗ് അവസരം കാണുന്നുണ്ട്. IT സ്പേസിൽ നിന്നുള്ള തൻല പ്ലാറ്റ്ഫോംസിലേക്കാണ് സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓഹരി ഇന്നലെ 11% നേട്ടം നൽകിക്കൊണ്ട് 932 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2023 ജൂലൈ മാസം രേഖപ്പെടുത്തിയ 1317.95 എന്നതാണ്. അതിനുശേഷം വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഓഹരിക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തൻല പ്ലാറ്റ്ഫോംസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ടെൻല പ്ലാറ്റ്ഫോംസിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഇന്നലത്തെ ഈ ശക്തമായിട്ടൊരു റിക്കവറിയെ തുടർന്ന് ഐ തിങ്ക് നമ്മൾ ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ബോട്ടമിങ് ഔട്ട് കണ്ടുവരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് അത് നമുക്കൊരു കൺഫർമേഷൻ വേണമെങ്കിൽ ഈ സ്റ്റോക്ക് 1020 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് വെയിറ്റ് ചെയ്യുക. ഈ ഒരു അപ്പ് അവസാനിക്കട്ടെ, അതിനുശേഷം വി വിൽ കൺസിഡർ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ട്യൂബിൻ എന്ന പ്രേക്ഷകൻ IREDA ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ അപ്പർ സർക്യൂട്ടിൽ എത്തിയിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 4.98% നേട്ടത്തോടെ 149.75 എന്ന അപ്പർ സർക്യൂട്ട് നിലവാരത്തിലുമാണ്. IREDA ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? IREDയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടുമാണ് കാണുന്നത്. സോ ഈ സ്റ്റോക്കിലെ കഴിഞ്ഞ 2 സെഷൻസ് ആയിട്ട് നമ്മൾ ഈ അപ്പർ സർക്യൂട്ടാണ് കണ്ടുവരുന്നത്.
സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള റെസിസ്റ്റൻസ് 155 അതിനുശേഷം 160 രൂപയിലും ആയിരിക്കും. സോ ഈ രണ്ട് ലെവൽസ് എത്തുമ്പോഴേക്കും നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സർ, ജോർജ് എന്നൊരു പ്രേക്ഷകൻ BPCLുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.5% നേട്ടത്തിൽ 616.2 എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ രേഖപ്പെടുത്തിയ 687.95 എന്ന നിലവാരമാണ്. BPCL എന്ന ഓഹരി സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? BPCL, IOC, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഈ സ്റ്റോക്സിലൊക്കെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്തോറും ഈ 3 സ്റ്റോക്സിന് അതൊരു നെഗറ്റീവ് വാർത്തയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. എങ്കിൽ പോലും ഈ 3 സ്റ്റോക്സിലും കഴിഞ്ഞ 2-3 മാസത്തിനിടെ നമ്മൾ ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് കാണാൻ ഇടയായിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തുടരുന്നു, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടുമാണ് കാണുന്നത്. സ്റ്റോക്കിൽ ഒരു ട്രേഡിങ്ങിന് വേണ്ടി പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ സ്റ്റോക്ക് 613 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഓൾറെഡി നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 580 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. സർ, അതിനോടൊപ്പം തന്നെ സ്മിത എന്ന പ്രേക്ഷക യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.82% നേട്ടത്തോടെ 24.65 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 9 രേഖപ്പെടുത്തിയ 32.85 യെസ് ബാങ്കിനെ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? സോ യെസ് ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നുണ്ട്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിന്റെ ഈ ഒരു സൈഡ് വേസ് ട്രെൻഡിൽ നിന്ന് ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 25 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ ഒരു 4 മുതൽ 5 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. സംഗീത് എന്ന പ്രേക്ഷകൻ ഭാരത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ഉണ്ടായിട്ടത്. ഇന്നലെ പൊതുവെ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ഓഹരികളിലൊക്കെ തന്നെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ബെല്ലിലേക്ക് വരികയാണെങ്കിൽ ബെല്ല് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 5% നേട്ടത്തിൽ 221.65 എന്നൊരു നിലവാരത്തിലാണ്. അതിനോടൊപ്പം തന്നെ ഒരു പുതിയ 52 ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബെല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ബെല്ലിന്റെ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയി തുടരുന്നുണ്ട്. 225 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ഇന്നലത്തെ ക്ലോസിംഗ് ആക്ച്വലി 52 വീക്ക് ഹൈ അല്ല, ഇറ്റ് വാസ് ക്ലോസ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. സോ 225-230 റേഞ്ച് എത്തുമ്പോഴേക്കും ഒരുപക്ഷെ അതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. ബട്ട് ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റർ നമ്മൾ ഈ ഒരു സമയത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഹോൾഡ് ഓൺ ടു ദ പൊസിഷൻ. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സുമേഷ് എന്ന പ്രേക്ഷകൻ വരുൺ ബിവറേജസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1%-ലധികം ഉയർന്ന 1411.85 എന്നൊരു നിലവാരത്തിലാണ് ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 26 രേഖപ്പെടുത്തിയ 1561.95 വരുൺ ബിവറേജസിനെ സർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി വെരി ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സോ സ്റ്റോക്ക് വളരെ ഒരു ക്രിട്ടിക്കൽ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സ്റ്റോപ്പ് ലോസ് 1365 രൂപയിലായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഒരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് 1440 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അലക്സ് എന്ന പ്രേക്ഷകൻ സെർവോടെക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സെർവോടെക് പവർ സിസ്റ്റംസ് ഇന്നലെ അപ്പർ സർക്യൂട്ടിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും 4.97% നേട്ടത്തിൽ 85.5 എന്ന നിലവാരത്തിലുമാണ്. സെർവോടെക്കുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ഈ ഓഹരിയിൽ ഇപ്പോൾ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ട്, ബൈയിങ് അവസരമുണ്ടോ? സെർവോടെക് വന്നിട്ട് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. ആൻഡ് ഇതിന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഐ എം നോട്ട് വെരി കംഫർട്ടബിൾ. സോ ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സോ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ 92 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാം.
സർ ഓക്കെ. അനു എന്നൊരു പ്രേക്ഷകൻ അശോക് ലെയ്ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% ഉയർന്ന് 176.6 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2023 ഓഗസ്റ്റ് 16 രേഖപ്പെടുത്തിയ 191.5 അശോക് ലെയ്ലാൻഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടി വി എസ് ഹോൾഡിംഗ് ഡേറ്റ കിട്ടിയിട്ടുണ്ട്. ടി വി എസ് ഹോൾഡിംഗ് NSE ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇറ്റ്സ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ ടി വി എസ് ഹോൾഡിംഗിന്റെ ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 8,700 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 7,900 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. അശോക് ലെലൻഡിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് അശോക് ലെലൻഡ് മറ്റ് ഓട്ടോ സ്റ്റോക്സിനെ അപേക്ഷിച്ച് കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് ഇറ്റ് ഹസ് ബീൻ അണ്ടർ പെർഫോമിങ്. സോ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചത് 157 രൂപയ്ക്ക് അടുത്ത്. ആൻഡ് സിൻസ് ദെൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ ഇടയായിട്ടുണ്ട്. സോ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന് 180 രൂപ എത്തുമ്പോഴേക്കും വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറക്ഷൻ നടക്കുന്ന സമയത്ത് 170 രൂപയുടെ സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. ജയൻ എന്ന പ്രേക്ഷകൻ HDFC ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.6% നേട്ടത്തിൽ 1479.55 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. HDFC ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോൾ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ ലെവൽസിൽ ഇനി പുതിയ ലോങ് പൊസിഷൻ അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 1,540 രൂപയിലായിരിക്കും. രാജേഷ് എന്ന പ്രേക്ഷകൻ ടാറ്റ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ടാറ്റ ടെക്കിൽ എനിക്കൊരു ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് ടാറ്റ ടെക്നോളജി കഴിഞ്ഞ നവംബർ മാസത്തിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം കനത്ത സെല്ലിംഗ് ആണ് നേരിട്ടിരിക്കുന്നത്. ബട്ട് ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു റിക്കവറി കാണാൻ ഇടയായിട്ടുണ്ട്. സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത 2-3 സെഷൻസിനിടെ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വാച്ച് ചെയ്യുക. സ്റ്റോക്കിന്റെ ഏറ്റവും മേജർ റെസിസ്റ്റൻസസ് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ 1,200 രൂപയും അതിനെ തുടർന്ന് 1,265 രൂപയിലും. അനില എൻ്റെ അടുക്കെ ടാറ്റ ടെക്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇതേ ഫോറത്തിൽ ഇന്നലെ ഞാൻ വേറെ പല റീസെന്റ് ലിസ്റ്റഡ് സ്റ്റോക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ മുത്തൂറ്റ് മൈക്രോ ഫൈനാൻസ്, ഈസാഫ് ഫൈനാൻസ്, ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ്, അതുപോലെ തന്നെ ഗാന്ധാർ ഓയിൽ റിഫൈനറി, TVS സപ്ലൈ ചെയിൻ മുതലായ നിരവധി റീസെന്റ് ലിസ്റ്റഡ് സ്റ്റോക്സ് ഒക്കെ ഇന്നലെ ഒരു ബോട്ടമിങ് ഔട്ട് പാറ്റേൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ പ്രേക്ഷകർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്റ്റോക്സിൽ അല്പം സമയം ചെലവാക്കി ഈ സ്റ്റോക്സിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക. ഈ സ്റ്റോക്സിലൊക്കെ തന്നെ നമുക്ക് വരും സെഷൻസിൽ ലോ റിസ്ക് ബൈയിങ് അവസരങ്ങൾ ലഭിക്കും. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ വോഡാഫോൺ ഐഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വോഡാഫോൺ ഐഡിയയുടെ ഓഹരികളെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? So Vodafone long-term trend is bullish, but short-term trend is sideways. Now വോഡാഫോണിന്റെ കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ സ്റ്റോക്കിലെ ഫൈനാൻഷ്യൽസ് വളരെ മോശമാണ്. സോ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്യോർ ട്രേഡിംഗ്, പ്യോർ സ്പെക്കുലേഷന് വേണ്ടി മാത്രമേ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറ്റണമെങ്കിൽ 14.50 രൂപ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ, ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. അതെല്ലാം തന്നെ പ്രദീപ് സാർ വീണ്ടും നമ്മളോടൊപ്പം റീജോയിൻ ചെയ്യുന്ന സമയത്ത് കഴിവതും അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇന്നത്തെ മാർക്കറ്റിന്റെ ഔട്ട്ലുക്കും അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട എക്സ്പെക്ടേഷൻസും ഒക്കെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വീണ്ടും ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ മാർക്കറ്റ് എക്സ്പെക്ടേഷൻസും ഒക്കെ ആയി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.
നന്ദി.